ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അത് നമ്മൾ രണ്ട് കളറിലാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. വൈറ്റും റോസും കളറിലാണ്. അതിനുള്ള നെറ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ റോസ് മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി, സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 35 എടുക്കുന്നത്. സ്കർട്ട് പാർട്ട് ഒരു 9 വയസ്സുള്ള ഗേളിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇത് 35 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ വൈറ്റും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ അതിൻ്റെ സെൻറ്ററും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ നമ്മൾ വൈറ്റും റോസും മൂന്നെണ്ണം വീതമാണ് നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. മൂന്നെണ്ണം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ തമ്മിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും റോസ് നമുക്ക് കിട്ടുന്നത് 6 പീസും വൈറ്റ് 6 പീസുമാണ് കിട്ടുന്നത്. ടോട്ടൽ അത് 6 മീറ്റർ ക്ലോത്ത് ഉണ്ട്. നമ്മൾ സ്കർട്ട് പാർട്ടിന് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ 6 മീറ്റർ ക്ലോത്താണ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ റോസ് മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആ റോസ് മെറ്റീരിയൽ 4 മടക്കിയിടുക. 4 മടക്കി ഇടുമ്പോൾ ബാക്ക് പാർട്ടിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് സിബിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചധികം ബാക്ക് പാർട്ട് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനായിട്ട് മടക്കിയിടാം. ബാക്ക് പാർട്ടിനുള്ളത് ഇച്ചിരി കൂട്ടിയിട്ട് മടക്കുക, ഫ്രണ്ട് പാർട്ടിന് കുറച്ചിട്ടും. എന്നിട്ട് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത് 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തിട്ട് വിട്ട് ഞാനിവിടെ 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഷേപ്പിനുള്ളതും താഴേക്ക് 1 ഇഞ്ച് കുറച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് വളച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് ലൈനിങ് ആണ്. ലൈനിങ് കട്ട് ചെയ്ത് മാറ്റണം. ഓരോ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ചാണ് ഞാനിവിടെ കട്ടും ചെയ്ത് വരുന്നത്. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ബോഡി പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തല്ലോ. എന്നിട്ട് നമുക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് നെക്ക് നമ്മൾ ഇച്ചിരി കുറച്ചാണ് ലെങ്ത് കുറച്ചിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നെറ്റ് ഇച്ചിരി മുകളിലേക്ക് കയറിയിട്ട് ലൈനിങ് ഇച്ചിരി താഴേക്ക് ഇറങ്ങിയാണ് നെക്ക് ഇരിക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. നമുക്ക് ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈനിങ്ങിൻ്റെ നെക്ക് നമ്മൾ 1 ഇഞ്ച് നെറ്റിനെക്കാട്ടി 1 ഇഞ്ച് ഇറക്കത്തിലും വിട്ടും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും 2 പീസ് വീതമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 2 പീസ് വീതം കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ലൈനിങ് നെറ്റ് കട്ടി കുറഞ്ഞതാണല്ലോ. അപ്പോൾ അത് ലൈനിങ്ങായിട്ട് അടിച്ചു മറിക്കുമ്പോഴത്തേക്കും നമുക്ക് തയ്യലെല്ലാം പുറത്തേക്ക് കാണും. നെറ്റിന് കട്ടി കുറവായതുകൊണ്ട് ഒരു വൃത്തികേടായിരിക്കും. ആ ഒരു ഫിനിഷിങ്ങിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലൈനിങ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഒന്ന് പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലത്തെ നെക്ക് ലൈനിങ്ങിൻ്റെ നെക്ക് ഇച്ചിരി ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നൂലിടുമ്പോഴത്തേക്കും ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂല് വൈറ്റ് മുകൾ പാർട്ടിലും റോസ് താഴെ ഗേസിൻ്റെ കൂടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ആദ്യം റോസ് മെറ്റീരിയൽ എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ വൈറ്റ് മെറ്റീരിയൽ എടുത്ത് വെച്ച് സൈഡ് തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ ഫുള്ളായിട്ട് നമുക്കിത് മൊത്തം യോജിപ്പിച്ചെടുക്കണം. നമ്മൾ 6 മീറ്റർ ക്ലോത്ത് സ്കർട്ട് പാർട്ടിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫുള്ളായിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം റോസ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ വൈറ്റ് വെച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. പിന്നെയും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ചുറ്റിനും നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നൂലിടുന്നതൊക്കെ കാര്യങ്ങൾ നമ്മൾ 2 കളറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വൃത്തികേടായിരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നൂലിൻ്റെ കളറ് എടുത്തെറിയിക്കും. ഇതുപോലെ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റോസും വൈറ്റും ആ മെറ്റീരിയൽ ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ടിന് ചുറ്റിനും ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് യോക്ക് പാർട്ടാണ്. യോക്ക് പാർട്ടിൽ ഫ്രണ്ട് പാർട്ടിലെ നെറ്റ് നമ്മൾ ആദ്യം സെപ്പറേറ്റ് ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഫ്രണ്ട് പാർട്ടിലെ നെക്കാണ് നമ്മളിതുപോലെ നെറ്റിൻ്റെ നെക്കാണ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഈ ക്രോസ് പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുന്നത്.
ഇത് നമുക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് മനസ്സിലാവും. ഇതിപ്പോൾ നെറ്റ് മാത്രം വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ലൈനിങ് ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഫ്രോക്ക് നിങ്ങൾ ഇതിനു മുമ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലെ നമുക്ക് നെക്ക് ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ ക്രോസ് പീസിൽ മാത്രം സ്റ്റിച്ചിങ് വരാൻ പാകത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് മറിച്ച് വെച്ചിട്ട് ഇതുപോലെ മറിച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അതിൻ്റെ അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ് രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് വെച്ച് നെക്ക് ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ മറിച്ചെടുക്കുക, കൊത്തിട്ടൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് കൊത്തിട്ടൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ മറിച്ചെടുക്കണം. മറിച്ചെടുത്ത് അതും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സാധാ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ മറിച്ചെടുത്ത് അതും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ലൈനിങ്ങും നമ്മൾ നല്ല പീസും കൂടെ നെറ്റും കൂടി ഒരുമിച്ച് വെച്ച് ചുറ്റിനും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തേ ഉള്ളൂ, ബാക്കി എല്ലാ സൈഡും നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ലൈനിങ് വയ്ക്കുക, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെറ്റ് വെച്ച് കൊടുക്കുക. കറക്റ്റിന് വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിനും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചുറ്റും നമ്മൾ കൈക്കുഴിയും ഭാഗങ്ങളും എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ചുറ്റിനും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഫുള്ളായിട്ട് ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ബീഡ്സ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വൈറ്റ് വലിയ ബീഡ്സും ചെറിയ ബീഡ്സും കൂടി ഇടകലർത്തി നമ്മൾ പഞ്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബീഡ്സ് പഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണുക. ഇതുപോലെ ഞാൻ ഫുള്ള് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് അടുപ്പിച്ചടുപ്പിച്ചാണ് വൈറ്റിൻ്റെ വലുതും ചെറുതുമായിട്ട് ഇടകലർത്തി ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവും ഇവിടെ വൈറ്റും റോസും കോമ്പിനേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് റോസിൻ്റെ 2 പീസും വൈറ്റിൻ്റെ 4 പീസുമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലെങ്ത് അനുസരിച്ച് 16 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. അതിന് ഞാനിവിടെ 18 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. 18-19 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് നെറ്റ്. അതിനുശേഷം നമുക്ക് താഴെ ഒരു പടി വെച്ച് കൊടുക്കണം. ആ പടിയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ റോസാണ് പടിക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. റോസ് നടുക്ക് വന്നിട്ട് നമുക്ക് 2 സൈഡിലും വൈറ്റ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഞൊറു ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ലൈനിങ് പിന്നെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോഴത്തേക്കും 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. സാധാ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ സ്കർട്ട് പാർട്ടിനുള്ള ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് അത് നമുക്കിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുകയോ ലോക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. വൈറ്റ് മെറ്റീരിയൽ നമ്മൾ 1 പീസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമുക്കത് ഞൊറു തികയാഞ്ഞത് കൊണ്ട് അത് നമുക്ക് ഫുൾ അന്നേരം ഒരു സൈഡിൽ വൈറ്റ് മെറ്റീരിയൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 17 വിഡ്ത്താണ് വേണ്ടത്. എന്നിട്ട് സെൻറ്ററിൽ മാത്രം കുറച്ച് മതി നമുക്ക് റോസ് മെറ്റീരിയൽ. അതുപോലെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുകളിലും താഴെയും കറക്റ്റായിട്ട് നമ്മളിതുപോലെ ഞൊറിട്ട് കൊടുക്കുക. ആദ്യം താഴ്ഭാഗമാണ് നമ്മളിവിടെ ഞൊറിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറിട്ട് കൊടുക്കുക. ഞാൻ ലൈനിങ് ഇവിടെ കട്ട് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടില്ല. സാധാ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെക്കാട്ടി നമ്മൾ നെറ്റ് കട്ട് ചെയ്ത നെറ്റിൻ്റെ ലെങ്ത് കട്ട് ചെയ്തതിലും ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഞൊറിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പഫ് സ്ലീവ് പോലെ പൊങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. താഴ്ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറിട്ടെടുത്തതിന് ശേഷം ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴെ ആ വീതിക്ക് പടി കണക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ താഴെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അന്നേരം വൃത്തിക്കിരിക്കാൻ വേണ്ടിയിട്ട്. നെറ്റ് ആയതുകൊണ്ട്
സ്റ്റിച്ചിങ് എല്ലാം പുറത്തേക്ക് കാണും. അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്, മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നമ്മൾ പടി പോലെ വെക്കുന്ന മെറ്റീരിയലിൻ്റെ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ സെൻറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സെൻറ്റർ കറക്റ്റായിട്ട് പിടിക്കുക. ലൈനിങ്ങിൻ്റെയും നമ്മൾ നല്ല പീസിൻ്റെയും സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് ലൈനിങ്ങിൻ്റെ സൈഡ് ഭാഗവും ഈ നെറ്റിൻ്റെ സൈഡ് ഭാഗവും കറക്റ്റായിട്ട് നമ്മളിതുപോലെ വലിച്ച് വെച്ച് കൊടുത്ത് കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് ബാലൻസ് വരുന്നത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് നെറ്റ് ഇതുപോലെ ഉള്ളിലേക്ക് ഞൊറൂട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഞൊറൂട്ട് തുടങ്ങേണ്ടത്. എന്നുവെച്ചാൽ സൈഡ് ലൈനിങ്ങിൻ്റെ സൈഡ് ഭാഗവും നെറ്റിൻ്റെ സൈഡ് ഭാഗവും കറക്റ്റിന് വരണം. എന്ന് വെച്ചാൽ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വന്ന് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തീരുന്ന ഭാഗത്തും ഇതുപോലെ നമ്മളൊന്ന് പിടിച്ചു നോക്കണം, കറക്റ്റാണോ വരുന്നതെന്ന്. ലൈനിങ്ങുമായിട്ട് കറക്റ്റിനാണോ നമ്മൾ നല്ല പീസ് ഇരിക്കുന്നതെന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് അവിടം വരെ നമ്മൾ ഞൊറൂട്ടെടുക്കുക. ഇതുപോലെ വലിച്ചു വെച്ച് കൊടുക്കുക. ഇത് കണ്ട, ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചു വെച്ച് കൊടുത്ത് കറക്റ്റിന് നോക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഞൊറൂട്ടെടുക്കുക. അപ്പോൾ ഞൊറൂട്ട് കഴിയുമ്പോഴത്തേക്കും സ്ലീവ് ഇതുപോലെ വരും. അതിനുശേഷം നമുക്കിനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പാർട്ടിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാണ്. ഇൻവിസിബിൾ സിബ്ബാണ്. അപ്പം നമ്മളത് ഉള്ളിലേക്ക് വരാൻ പാകത്തിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആദ്യം ലൈനിങ്ങിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിൽ പുറത്ത് വരുന്ന നെറ്റിലും ഇതുപോലെ കറക്റ്റായിട്ട് നെറ്റിനോട് അറ്റാച്ച് ചെയ്ത് നമ്മളൊരു ലൈനിങ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേർത്ത്. ആ നല്ല പീസ് കൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിബ്ബ് ഉള്ളിലേക്കാണ് വരുന്നത്. ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ 1 സൈഡ് പ്രഷർ ഫൂട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റിന് ഇൻവിസിബിൾ സിബ്ബ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മറിച്ച് നോക്കുക. മറിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഇതുപോലെ വരും. നെക്കൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതുപോലെ ഉള്ളിലേക്കായിരിക്കും സിബ്ബ് പോകുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പൊക്കോളും, പുറത്തേക്ക് ഒട്ടും കാണില്ല. ബാക്ക് പാർട്ടിൻ്റെ ഒരു സൈഡ് അതുപോലെ സ്റ്റിച്ച് ചെയ്തു, മറു സൈഡ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സിബ്ബൊക്കെ വെച്ച് കൊടുക്കുക. സിബ്ബ് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ സിബ്ബ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റിന് വെച്ച് കൊടുത്ത് നമ്മൾ നോക്കുക, അളവെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ലൈനിങ് വരുന്ന പീസ്, എന്നിട്ട് നല്ല പീസ് വരുന്നത് ലൈനിങ്ങും നെറ്റും കൂടി ഒരുമിച്ച് അടിച്ച് വെച്ചേക്കുന്ന ആ പീസും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇൻവിസിബിൾ സിബ്ബ് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്യുന്ന രീതി. ഇതിനു മുമ്പ് വേറെ രീതിയിൽ ഇൻവിസിബിൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്ന പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ സിബ്ബ് അറ്റാച്ച് ചെയ്യുക. സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഷോൾഡർ യോജിപ്പിക്കണം. ഷോൾഡർ യോജിപ്പിക്കുന്ന വീഡിയോ എനിക്കിതിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. ഷോൾഡർ നമ്മൾ അതിന് മുമ്പാണ് യോജിപ്പിക്കേണ്ടത്. ഇതിന് ശേഷമല്ല യോജിപ്പിക്കേണ്ടത്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിലുള്ള ഷോൾഡർ യോജിപ്പിക്കുക. അതിനുശേഷം സിബ്ബ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഈ കൈക്കുഴിയിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ 2 സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെറ്റെല്ലാം ഉള്ളിലേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് നിർത്തിക്കൊണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് 2 സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും അടിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ബെൽറ്റ്, ബാക്കിലേക്കുള്ള ബെൽറ്റ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 സൈഡും അടിക്കുമ്പോഴത്തേക്കും നമ്മളിതുപോലെ
ആ ബെൽറ്റും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് ആ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ ഇതുപോലെ വരും. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്കർട്ട് പാർട്ടാണ്. ഈ യോക്ക് പാർട്ടിലേക്ക് സ്കർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്കർട്ട് പാർട്ട് വെച്ച് കൊടുത്ത് ചെറിയ കുഞ്ഞു ഞൊറിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ 6 മീറ്റർ ക്ലോത്താണ്. ആ 6 മീറ്റർ ക്ലോത്തും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിന് ചെറിയ ഞൊറിട്ട് നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങും നമ്മളിതുപോലെ ഞൊറിട്ടെടുക്കുക. ലൈനിങ്ങും ഇതുപോലെ വെച്ച് കൊടുത്ത് ഇത് മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വരും. നെക്ക് ഇതുപോലെയാണ്, സ്ലീവും ഒക്കെ ഇതാ ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.